ഹലോ, നമസ്കാരം. എല്ലാവർക്കും അനൂസ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ ഞങ്ങളുടെ നെല്ലിയാമ്പതിയിലെ കുറച്ച് ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വിശേഷങ്ങളായിട്ട് ഒരു വലിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ കൂടിയിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയി. നെല്ലിയാമ്പതിനെ പല വിശേഷണങ്ങളിൽ നമ്മൾ അറിയാറുണ്ടല്ലേ, പാവങ്ങളുടെ ഊട്ടി, അതുപോലെ പാലക്കാടിൻ്റെ ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. ഭയങ്കര കാടും പച്ചപ്പും ഭയങ്കര വളഞ്ഞു വളഞ്ഞ ചുരങ്ങളും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നല്ല മഞ്ഞും ഒക്കെ കിട്ടുന്ന അടിപൊളി സുന്ദരി സ്ഥലമാണ്. അപ്പോൾ കാട്ടുമൃഗങ്ങളെ കാണാനും ഓഫ് റോഡ് അടിക്കാനൊക്കെ പറ്റിയ കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ ജീപ്പ് എത്തും എന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ മിസ്റ്റി വാലിയിലേക്ക് പോകാനുള്ള ജീപ്പ്. സോ അത് വരാൻ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഓറഞ്ച് ഫാമൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഒന്ന് കുറച്ച് നേരം അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് ഒരുപാട് ഓറഞ്ചൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഇതാ നമ്മുടെ ജീപ്പ് എത്താറായി എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. ഇനി അങ്ങോട്ടാണ് അടിപൊളി. ഞങ്ങൾ കാടിൻ്റെ ഒത്ത നടുവിലൂടെ ഒരു 13 കിലോമീറ്റർ കട്ട ഓഫ് റോഡ് ജീപ്പ് സഫാരി. എന്താ പറയുക, നമുക്ക് നമ്മുടെ എല്ലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോണ പോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം അത്രയും കുലുങ്ങിയാണ് നമ്മുടെ വഴി കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെയായിട്ടുള്ളൊരു ജീപ്പ് സഫാരി ആയിരുന്നു. നേരെ ഞങ്ങൾ ചെന്നെത്തിയത് മിസ്റ്റി വാലി എന്ന റിസോർട്ടിലാണ് കേട്ടോ. ഞങ്ങളുടെ റിസോർട്ട് കാടിൻ്റെ നടുക്കിലായിരുന്നു. പേര് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര മഞ്ഞൊക്കെ ആയിരിക്കും, മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പേരിൽ മാത്രമേ മിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ വന്നപ്പോൾ മൊബൈലിന് റേഞ്ചും ഇല്ല, വൈഫൈയും ഇല്ല, കംപ്ലീറ്റ് ഡിസ്കണക്ഷൻ ആയിരുന്നു. ശരിക്കും ഫോണിൽ നിന്ന് എന്താ പറയുക, ഇടയ്ക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു ടെൻഡൻസി ഒന്നും അവിടെ എത്തിയപ്പോൾ നമുക്ക് വർക്കായില്ല, കാരണം തീരെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞത് നന്നായി, കാരണം കാടിൻ്റെ ഫീല് നമുക്ക് ശരിക്കും അവിടെ നിന്ന് കിട്ടി. പിന്നെ ഞങ്ങൾ അവിടെ എത്തി നല്ല ചൂട് ചായയും പലഹാരമൊക്കെ തന്ന് അവർ ഞങ്ങളെ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയതിന് ശേഷം ഒന്ന് ഫ്രഷായി കുറച്ച് നേരം പിള്ളേരുടെ കൂടെയൊക്കെ കളിച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്തു. ദ വെയിറ്റ് ഈസ് ഓവർ എന്നൊക്കെ പറയില്ലേ. ഇനിയാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും അടിപൊളി പാർട്ട്, നൈറ്റ് ജീപ്പ് സഫാരി. ട്രക്കിങ്ങിന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് പുലി, ആനയൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട് എന്നാണ്. ഇരുട്ടിലെ ജീപ്പിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ മാനിനെയും മ്ലാവിനെയും കാട്ടുപോത്തിനെയും ഒക്കെ കണ്ടു. ഒരു ടീമിനെ അവർ രാവിലെ ട്രക്കിങ്ങിന് കൊണ്ടുവരുന്നു, അവർക്ക് പുലിനെ കാണാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോയപ്പോഴാണ് അവിടുത്തെ ബംഗ്ലാവ് കണ്ടത്. അത് കാടിൻ്റെ നടുവിലാണ്. നമ്മൾ എടുത്ത റൂമിനേക്കാളും ഒരുപാട് ദൂരം ഉള്ളിലേക്ക് പോയിട്ട് വേണം അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 16-17 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് എടുത്ത് സ്റ്റേ ചെയ്യാവുന്നതാണ്. കാട്ടുപോത്തിനെ ഞങ്ങൾ ഒരുപാട് കണ്ടു കേട്ടോ, അതുപോലെ മാനിനെയും. ആനനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേ ജീപ്പിൻ്റെ മുമ്പിലൊക്കെ പെട്ടെന്ന് വന്ന് നിന്നാലോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്താ പറയുക, എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര വലിയ ടെൻഷൻസാണ്. അങ്ങനെയൊക്കെ വിചാരിച്ച് പോണ സമയത്താണ് അതേ നമ്മുടെ ജീപ്പിൻ്റെ മുന്നിലൊരു കൂട്ടം കാട്ടുപോത്തുകൾ. ദൈവമേ, അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ കിടുങ്ങായിരുന്നു. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. സാധാരണ നമ്മൾ അലാറം കേട്ടിട്ടല്ലേ എണീക്കാറ്, എന്നാൽ ഞങ്ങൾ അന്ന് ഉണർന്നത് അവിടുത്തെ കിളികളുടെ പാട്ട് കേട്ടിട്ടാണ് കേട്ടോ. ലിറ്ററലി പാട്ടാണ്, ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയല്ല. ഇതൊക്കെ കാടിൻ്റേത് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകളാണ് കേട്ടോ. അവിടുത്തെ മോർണിംഗും അതുപോലെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നായി മാറി. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്ന് അവിടുത്തെ രാവിലത്തെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് അതുപോലെ കാടിൻ്റെ നിശബ്ദത ഫീൽ ചെയ്ത് അങ്ങനെ നല്ല രസമായിരുന്നു. അങ്ങനെ കാട് ആസ്വദിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാവർക്കും അട്ടകടി കിട്ടിയിട്ടാണ്. അതാണ് ഞങ്ങളിവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ആ 13 കിലോമീറ്റർ വീണ്ടും തിരിച്ച് നെല്ലിയാമ്പതിയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ. അങ്ങനെ പോരണ വഴിക്ക് നല്ല അടിപൊളി സീനറികളും വ്യൂ പോയിൻറ്റ്സും ഒക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ പോണത് സീതാർകുണ്ടിലേക്കാണ് കേട്ടോ. തലേ ദിവസത്തെ രാത്രി ജീപ്പ് ട്രക്കിങ്ങിന് നമ്മൾ പോയപ്പോൾ ആനയെ കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ തിരിച്ച് നമ്മൾ പോരുന്ന വഴിക്ക് ഫുള്ള് നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടക്കണ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആനേനെ ഇപ്പോൾ കാണുമെന്ന്. ഭാഗ്യത്തിന് ആനേനൊന്നും കണ്ടില്ല. വേഗം ഞങ്ങൾ സീതാർകുണ്ടെത്തി. നെല്ലിയാമ്പതി എന്ന പേര് വരാൻ കാരണമായതാണ് അവിടുത്തെ പ്രസിദ്ധമായ നെല്ലിമരം എന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്തായാലും ഒട്ടും നിരാശപ്പെടുത്താത്ത അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ നിന്നുള്ളത്. സീതാർകുണ്ടിൽ നിന്ന് താഴേക്കുള്ള വ്യൂ കൊല്ലംകോടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് നമുക്ക് റിസോർട്ടിൽ വെച്ച് കിട്ടാത്ത ഒരു ഭാഗ്യം ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയിട്ടോ. നെല്ലിയാമ്പതി വിട്ട് ഞങ്ങൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഫുള്ള് നല്ല അടിപൊളി മഞ്ഞായിരുന്നു കേട്ടോ.
ആ മഞ്ഞിക്കൂടെയുള്ള യാത്ര ശരിക്കും നമ്മുടെ ട്രിപ്പിൻ്റെ ഭംഗീനെ ഇരട്ടിയാക്കി എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സിനൊപ്പമുള്ള ഈ യാത്ര ഒരുപാട് ചിരിയും കളിയും അഡ്വഞ്ചറൊക്കെ നിറഞ്ഞ് മനസ്സൊക്കെ നല്ല ഫുൾ റീചാർജ് ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ നെല്ലിയാമ്പതി യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.